അച്ഛമ്മ ഇന്നെങ്കിലും ഒരു കഥ പറഞ്ഞു. എത്ര നാളായി കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. ഇന്നിപ്പോ അച്ഛമ്മയ്ക്ക് വയ്യടാ മോനെ, നാളെ പറഞ്ഞുതരാം. എന്താ അച്ഛമ്മ ഒരു കഥ പ്ലീസ് പ്ലീസ്. എൻ്റെ ഒരു കാര്യം എന്നാ അച്ഛമ്മ ഒരു രാജകുമാരൻ്റെ കഥ പറഞ്ഞുതരാം. രാജകുമാരന്റെ കഥയോ? സ്വന്തം ബന്ധങ്ങളും സ്വന്തം രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട ഒരു രാജകുമാരൻ്റെ കഥ. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്നെ രാജകുമാരനാവാൻ ഈ അച്ഛമ്മയ്ക്ക് ഒന്നും അറിയില്ല. അവിടെ നിന്നായിരുന്നു അവൻ രാജകുമാരനായത്. നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളാക്കിയ രാജകുമാരൻ. നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളാക്കിയെന്നു ഒന്ന് തെളിച്ച് പറ അച്ഛമ്മ. ദിമാപൂർ എന്നൊരിടം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ രാജകുമാരൻ ജനിച്ചത്. പക്ഷേ ആ രാജകുമാരൻ്റെ അച്ഛൻ അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അയ്യോ പാവം. പക്ഷേ അവനൊരമ്മയുണ്ടായിരുന്നു. അമ്മയിലൂടെയാണ് അവൻ എല്ലാം അറിഞ്ഞത്, കണ്ടത്. രാജകുമാരൻ നല്ല കുറുമ്പനായിരുന്നു, നിന്നെ പോലെ. അവൻ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവനാകെയുള്ള ധൈര്യം എന്തായിരുന്നു എന്നറിയുമോ? എവിടെ പോയാലും അവൻ്റെ അമ്മ അവനെ തേടിയെത്തും എന്നുള്ളതായിരുന്നു. ഒരു ദിവസം രാജകുമാരൻ അമ്മയുടെയും കണ്ണു വെട്ടിച്ച് കോട്ടയ്ക്ക് പുറത്തിറങ്ങി കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു. എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല, പുറത്ത് പാവങ്ങളെ പിടിച്ച് അതിക്രൂരമായി കൊന്നു തിന്നുന്ന നരാധമന്മാരായ നരഭോജികൾ അവൻ്റെ വരവിനായി തക്കം പാർത്തിരിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് അവരവനെ പിടിച്ചോ? അവൻ അവരുടെ കയ്യിലാകപ്പെട്ടു. അപ്പൊ ആ രാജകുമാരനെ ആര് രക്ഷിക്കും? അവന്റെ കണ്ണുകൾ അപ്പോഴും തെരഞ്ഞത് അവന്റെ അമ്മയെ ആയിരുന്നു. മകനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ അമ്മ ദൂരെ നിന്നും അവന്റെ കരച്ചിൽ കേട്ടു. അപകടം മനസ്സിലാക്കിയ അമ്മ ആ ശബ്ദം കേട്ടത്തേക്ക് ഓടി. അവരവനെ കൊണ്ടുപോയത് അവരുടെ കോട്ടയിലേക്കായിരുന്നു. പാവങ്ങളെ പിടിച്ച് അതിക്രൂരമായി വെട്ടി നുറുക്കി തിന്നുന്ന ചെകുത്താന്മാരുടെ കോട്ട. ഇവിടുത്തെ ക്രൂരതകൾ കണ്ടവൻ പേടിച്ചു വിറച്ചു. അമ്മയെ വിളിച്ച് അവൻ ഒരുപാട് കരഞ്ഞു. എന്തിനാ അവരവനെ അങ്ങോട്ട് കൊണ്ടുപോയത്? അവന്റെ മാംസത്തിനായി കാത്തിരിക്കുന്നവർക്ക് നൽകാനായി. അപ്പൊ അവരവനെ കൊന്നോ? അവനെ കൊല്ലാൻ 1000 പേർ വന്നാലും അവൻ്റെ അമ്മ ഉള്ളിടത്തോളം കാലം ആർക്കും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവന് വേണ്ടി പൊരുതാൻ അവൻ്റെ അമ്മയുണ്ട്. എതിരെ വരുന്ന ഓരോരുത്തരെയും ആ അമ്മ വകവരുത്തിക്കൊണ്ടിരുന്നു. എതിരാളികളുടെ വാളിനാൽ ശരീരം കീറി മുറിയുമ്പോഴും ആ അമ്മ മകനെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. അന്ന് വിധി പോലും ആ പെൺകരുത്തിന് മുന്നിൽ തല താഴ്ത്തി നിന്നു. അവൾ മകനോട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ ആവശ്യപ്പെട്ടു. അമ്മയെ വിട്ടുപോകാൻ ആ രാജകുമാരൻ തയ്യാറല്ലായിരുന്നു. അമ്മ പിന്നാലെ വരുമെന്നുള്ള വിശ്വാസത്തിൽ മനസ്സില്ലാ മനസ്സോടെ ആ രാജകുമാരൻ അവിടെ നിന്ന് ഓടിപ്പോയി. അവസാനമായി ആ അമ്മ മകനെ നോക്കി നിന്നു. നിമിഷം നിന്നു പതിയെ തിരിഞ്ഞു നോക്കി. തൻ്റെ അമ്മ തന്നെയും നോക്കി ചോരയിൽ കുളിച്ചു നിൽക്കുന്നു. പിന്നിൽ നിന്ന് ഒരു വാൾ അവൻ്റെ അമ്മയുടെ കഴുത്തെറുത്തു. കുഞ്ഞു രാജകുമാരന് അത് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാഴ്ചയായിരുന്നു. അമ്മയ്ക്ക് നേരെ തിരിഞ്ഞ നരഭോജികൾ തൻ്റെ നേരെയും തിരിഞ്ഞത് കണ്ട് ആ രാജകുമാരൻ അവിടെ നിന്നും പേടിച്ചോടിപ്പോയി. ഓടി ഓടി ആ രാജകുമാരൻ തളർന്നു. അവൻ നോക്കുമ്പോൾ മുമ്പിലതാ ഒരു പുഴ. ദാഹിച്ചു വലിഞ്ഞ രാജകുമാരൻ അല്പം വെള്ളം കുടിക്കാനായി ആ പുഴയ്ക്കരിയിലേക്ക് ചെന്നു. കാൽ വഴുതി അവൻ ആ വെള്ളത്തിൽ വീണു. അയ്യോ, എന്നിട്ട് അവൻ അമ്മയെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. കൈയിട്ടടിച്ചവൻ താഴേക്ക് മുങ്ങിപ്പോയി. രാജകുമാരൻ മരിച്ചോ?
പുഴയും ഒരമ്മയല്ലേ. ആ പുഴ അവനെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് പോയി. എന്നിട്ട് അവിടെയും വിധി മറിച്ചായിരുന്നു. അവനെ ആ പുഴ എത്തിച്ചത് ഒരു വലിയ കാടിനടുത്തായിരുന്നു. ആ കാട്ടിൽ ഒരു കൂട്ടം ചെന്നായ്ക്കളുണ്ടായിരുന്നു. രാജകുമാരനെ കണ്ടതും കടിച്ചു കീറാനായി അവ അവൻ്റെ നേരെ പാഞ്ഞെടുത്തു. ഇപ്രാവശ്യം അവൻ എത്ര ദൂരം ഓടിയാലും അവനെ രക്ഷിക്കാൻ അവൻ്റെ അമ്മയില്ലല്ലോ. സ്വന്തം ജീവൻ നൽകി അവൻ്റെ അമ്മ അവനെ രക്ഷിച്ചത് അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല. അവൻ്റെ അമ്മയുടെ ത്യാഗത്തിന് മുന്നിൽ ദൈവം അവനായി ഒരു രക്ഷകനെ സൃഷ്ടിച്ചു. രക്ഷകനോ? ആ കാട്ടിലൊരു മുനിയുണ്ടായിരുന്നു. രാജകുമാരൻ ചെന്ന് വിട്ടത് ആ മുനിയുടെ മുന്നിലേക്കായിരുന്നു. അവൻ്റെ പുറകെ വന്ന എല്ലാ ചെന്നായ്ക്കളെയും ആ മുനി ഓടിച്ചു കളഞ്ഞു. അവനെ തൻ്റെ കൈകളാൽ ചേർത്ത് പിടിച്ചു. എന്തു തന്നെ ആയാലും എന്തൊക്കെ സംഭവിച്ചാലും ആ രാജകുമാരന് വേണ്ടി പോരാടാൻ ഒരു രക്ഷകനുണ്ട്. നഷ്ടങ്ങളെയെല്ലാം നേട്ടങ്ങളാക്കി മാറ്റിയ ആ രാജകുമാരൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്.